നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 4 പേർക്ക് ദാരുണാന്ത്യം. പൈങ്കുളം ശ്മശാനക്കടവിന് സമീപം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. ചെറുതുരുത്തി സ്വദേശികളായ ഓടയ്ക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, മകൾ 10 വയസ്സുള്ള സെറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനിൻ എന്നിവരാണ് മരിച്ചത്. കുടുംബാംഗങ്ങൾക്കൊപ്പം പുഴയുടെ തീരത്ത് വിശ്രമിക്കുന്നതിനിടെ സറ വെള്ളത്തിലിറങ്ങുകയായിരുന്നു. കുട്ടിയെ രക്ഷിക്കാനാണ് ഷാഹിന ഇറങ്ങിയത്. പിന്നാലെ കബീറും ഫുവാദ് സനിനും ഇറങ്ങി. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന ഉമ്മയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. ആദ്യം ഷാഹിനയെ രക്ഷപ്പെടുത്തി നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് 2 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിലാണ് ഫുവാദ് സനിനെയും പിന്നീട് കബീറിനെയും അവസാനമായി സറയെയും കണ്ടെത്തിയത്. ചെറുതുരുത്തിയിലെ സറ ബേക്കറി ഉടമയാണ് കബീർ. ചേലക്കര മേപ്പാട് ജാഫർ ഷഫാന ദമ്പതികളുടെ മകനാണ് ഫുവാദ് സനിൻ. പങ്ങാരപ്പള്ളി സെയിന്റ് ജോസഫ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സറ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയും എത്തിയാണ് തിരച്ചിൽ നടത്തിയത്. അഗ്നിരക്ഷാസേന ജില്ലാ ഓഫീസർ MS സുവി, ജില്ലാ പോലീസ് മേധാവി S ഇളങ്കോ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വർണ്ണാഭമായ തുടക്കം. ദളിത് കലകളോടുള്ള വിവേചനം സാംസ്കാരിക ലോകത്ത് തുടരുന്നുണ്ടെന്ന് കാർണിവൽ ഉദ്ഘാടനം ചെയ്ത പൊറാട്ട് കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. 3 ദിവസങ്ങളിലായാണ് കാർണിവൽ നടത്തുന്നത്. കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി. അകം ഏകം അനേകം എന്ന തീമിനെ മുൻനിർത്തിയുള്ള ഈ വർഷത്തെ കാർണിവൽ പ്രമുഖ പൊറാട്ട് കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജാതിയെയും ഐത്തത്തെയും തുറന്നെതിർത്തുകൊണ്ടാണ് ദളിത് കലകളും പാട്ടുകളും ഇവിടെ നൂറ്റാണ്ടുകളായി പുറത്തെ ആട്ടങ്ങളായി നിലനിന്നിരുന്നതെന്നും ഈ കീഴാള അറിവുകളെ സമീപകാലത്താണ് കേരള സമൂഹം പരിഗണിച്ചു തുടങ്ങിയതെന്നും മണ്ണൂർ ചന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴും ദളിത് കലകളോടുള്ള വിവേചനം സാംസ്കാരിക ലോകത്ത് തുടരുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഒരു സ്ത്രീ രൂപം ഞാൻ പറഞ്ഞു അതിന് ചൊല്ലുണ്ട്. അതാണ് നമുക്ക് ഒരു ഉദാഹരണമായിട്ടോ അതല്ലെങ്കിൽ ഒരു ചരിത്രം ഇന്നതാണ് തെളിവ് കാണിക്കാൻ പറ്റിയ. ഈ കാട് എവിടെയായിരുന്നു? കാടെന്ന് പറയുന്നത് പാലക്കാടിൻ്റെ ടൗണാണ്. പാലക്കാടിൻ്റെ ടൗണിൽ കാട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ആവില്ല. പക്ഷെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഈ കലാരൂപം ഉണ്ടായത് അവിടെ നിന്നാണ്. അപ്പോൾ അതിലൊരു ചൊല്ല് വരുന്നുണ്ട് ഈ പാട്ടിക്കടിയിൽ. കാട്ടാന ഒരു കരടി പുലി ഒരു ചെന്നായി ഒരു ചെറുകുരങ്ങ് അയ്യോരേ ആ വനത്തകത്ത് ആ കടയ്ക്ക് കണ്ടോതായി ഒരു ഭഗവതിയെ സൂക്ഷിച്ചാണ് എന്നൊക്കെ പാടി. അപ്പോൾ ഒരു സ്ത്രീയുടെ രൂപമായിട്ട് അവർ കാണാണ്. ആ സ്ത്രീയാണല്ലേ ഇന്ന് പാലക്കാട് ഏറ്റവും ഗംഭീരമായി വേദിയിൽ ഒരു ആഘോഷം നടക്കുന്ന തൊണ്ടാർവളത്തി ഭഗവതി ക്ഷേത്രം. PP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കാർണിവൽ പരിപ്രേക്ഷ്യം ഡോക്ടർ HK ചന്ദ്രൻ അവതരിപ്പിച്ചു. എഴുത്തുകാരായ സച്ചിദാനന്ദൻ, EP രാജഗോപാലൻ, PP രാമചന്ദ്രൻ, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, വാർഡ് മെമ്പർ റുക്കിയ, കാർണിവൽ കോർഡിനേറ്റർ അലിക്കുട്ടി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MR അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കാർണിവൽ ബുക്കിന്റെ പ്രകാശനം പ്രശസ്ത കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു. O ലക്ഷ്മിക്കുട്ടി ഏറ്റുവാങ്ങി. തുടർന്ന് സച്ചിദാനന്ദനുള്ള കവിതയുടെ കാർണിവലിന്റെ ആദരം കാർണിവൽ ഡയറക്ടർ PP രാമചന്ദ്രൻ സമർപ്പിച്ചു. EP രാജഗോപാലൻ ആദരഭാഷണം നടത്തി.
ചിന്തിക്കുന്ന ജനങ്ങളുടെ നിർമ്മിതിയാണോ സംസ്കാരമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഗോപാൽ ഗുരു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവലിന്റെ ഭാഗമായി നടന്ന അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സെമിനാർ ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകനായ ഗോപാൽ ഗുരു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ദളിത് വ്യവഹാരത്തിന്റെ പുനർചിന്തനത്തിൽ പുതിയ മാനങ്ങൾക്ക് തുടക്കമിട്ടത് അദ്ദേഹമാണ്. കേരളീയത എന്ന സംസ്കാര വ്യവസ്ഥ, സ്വത്വവും പ്രതിദാനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. എന്താണ് സംസ്കാരം, ചിന്തിക്കുന്ന ജനങ്ങളുടെ നിർമ്മിതിയാണോ സംസ്കാരം എന്നീ ചോദ്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം പുരോഗമിച്ചത്. ഡോക്ടർ PV അധ്യക്ഷനായിരുന്നു. 3 ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ 20ഓളം പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും നടക്കും. When you say Malayalam modernity, there is a term in contradiction. Unless you say that Malayali public sphere is already modern, fine. But modernity is in Malayalam, is correct. Or Kerala Renaissance, one expression. Renaissance in Kerala, another expression. Which one is correct? Which has a promise to do research? Which is so universal, so objective, not subjective? You have to take this methodological call. Like identity and modernity, these are contradiction in terms. It can be a modernity which is maybe particular, but modernity itself is not particular, it is inherently universal. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിൽ വിജയരാജമല്ലികയുടെ കവിതകളോടെ കവിതാ അവതരണ സെഷന് തുടക്കമായി. നിരവധി പേർ കവിതകൾ അവതരിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിൽ വിജയരാജമല്ലികയുടെ കവിതകളോടെ കവിതയുടെ കാർണിവലിൽ 8ാം പതിപ്പിലെ കവിതാവതരണ സെഷൻ ആരംഭിച്ചു. പ്രച്ഛന്നവേഷം, മാംസയുദ്ധങ്ങൾ, ഗനികൾ എന്നീ കവിതകൾ വിജയരാജമല്ലിക അവതരിപ്പിച്ചു. തുടർന്ന് നിഷ നാരായണൻ, റാസി, ശ്രീകൃഷ്ണദാസ് മാത്തൂർ, അനുരാധ അനു എന്നിവർ 1ാം സെക്ഷനിലും, വിമീഷ് മണിയൂർ, MN വിജയൻ, കളത്തറ ഗോപൻ, NB സുരേഷ്, ജയശ്രീ പെരിങ്ങോട്ട്, P അജേഷ് തുടങ്ങിയവർ 2ാം സെക്ഷനിലും കവിതകൾ അവതരിപ്പിച്ചു. വാഹനങ്ങളുടെ തിരക്ക്, കടകളിൽ ആൾ കൂടുന്നു, കുറയുന്നു, കൂടുന്നു. തെക്കുഭാഗത്ത് നിന്ന് ഷിബു സൈക്കിൾ ഓടിച്ചു വരുന്നു. അയാൾ ഇരുമ്പുകളെ കടന്ന് ബസ് സ്റ്റാൻഡിന് മുന്നിൽ സൈക്കിൾ നിർത്തുന്നു. 2. ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കയറുന്ന ഷിബുവിന്റെ വിദൂര ഷോട്ട്. ബസ് സ്റ്റാൻഡിൽ നിറയെ ബസ്സുകൾ, ഇടയിലൂടെ ഷിബു. 2-3 ബസ് അനൗൺസ്മെന്റുകൾ. 6:30 7ാമത്തെ കസ്റ്റമർ വരും. കസ്റ്റമർ വരണേന്റെയും പോണേന്റെയും ഇടയ്ക്ക് നിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് പച്ച മനുഷ്യന്റെ ബാക്കി കാര്യങ്ങൾ പടച്ചടയെ നടത്തിക്കും. 7:30 പച്ച മനുഷ്യന്റെ കീശ നിറഞ്ഞിട്ടേ ഇരിക്കും. 8:30 തെരുവിലെ ഭക്തജന ഒഴുക്ക് കടകളിലേക്ക് തെറ്റിക്കും പച്ച മനുഷ്യൻ. സ്ത്രീ വിമോചനം എന്ന ആശയമാണ് മാറ്റമുള്ള സമൂഹത്തിന് ആവശ്യമെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ കവിതാ കാർണിവലിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. നവോത്ഥാനം ആവശ്യമില്ലെന്നും സ്ത്രീ വിമോചനം എന്ന ആശയമാണ് മാറ്റമുള്ള സമൂഹത്തിന് ആവശ്യമെന്നും എഴുത്തുകാരി സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു. ഇത് സ്ത്രീകളും പുരുഷന്മാരും അംഗീകരിക്കപ്പെട്ടതാണെന്നും അവർ സൂചിപ്പിച്ചു. അകത്തുള്ള സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതിന് പലപ്പോഴും കലഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീ വിമോചനം എന്ന ആശയമാണ് മാറ്റമുള്ള സമൂഹത്തിന് ആവശ്യം. നിരാശപ്പെടാൻ അവകാശമില്ല. സ്ത്രീകൾ ശബ്ദിക്കണമെന്നും സാറ ജോസഫ് കൂട്ടിച്ചേർത്തു. ആലോചിക്കാൻ വേണ്ടി ആദ്യം വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിലെ കോളേജിലെ ഒട്ടുമിക്ക ആളുകൾ മലയാളത്തിന്റെ PG ക്ലാസ്സിലെ കൊണ്ടുവരുന്നില്ല. ആളുകൾ മുഴുവൻ അവർ എല്ലാവരും വന്നിരുന്നു. എല്ലാവരും ഇത് കേട്ടു. പിന്നെ പലതരത്തിലുള്ള കാരണങ്ങൾ, സൈദ്ധാന്തിക നിലപാടുകളോട് തെറ്റിക്കൊണ്ട് പലരും പിരിഞ്ഞുപോയി. പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന SFI പോലെയുള്ള, അല്ലെങ്കിൽ KSC പോലെയുള്ള, അല്ലെങ്കിൽ അന്നൊന്നും എഴുതിയിരിക്കുന്ന ശക്തമല്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവരുടേതല്ലാത്ത ഒരു സ്വതന്ത്രമായ സംഗതി കൂടി വരുന്നു എന്നുള്ളതിനെ എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളത് പിന്നീട് പലതരത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കും ആശയപരമായിട്ട് സ്വീകരിക്കേണ്ടി വന്ന നിലപാടുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. കവിതാ കാർണിവലിൽ അന്താരാഷ്ട്ര സെമിനാറിൽ മാനുഷി എന്ന ആരംഭം അനുഭവം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. P ഗീത ഏകോപനം നിർവഹിച്ചു. മാനുഷി പ്രവർത്തകരും പങ്കെടുത്തു. ദളിത് സാഹിത്യ ഇടപെടലുകൾ എന്ന ആമുഖം എന്ന വിഷയത്തിലും അവതരണം നടന്നു. ലൈബ്രറി കൗൺസിൽ, തൃത്താല പഞ്ചായത്ത് സമിതി, മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. മേഴത്തൂർ സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ PB ഷെൽജ അധ്യക്ഷയായി.
ചടങ്ങിൽ സംസ്ഥാന ശാസ്ത്ര കലാമേളകളിൽ എ ഗ്രേഡ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MK കൃഷ്ണൻ സ്വാഗതവും PM ഹരീശ്വരൻ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A കൃഷ്ണകുമാർ, VT സ്മാരക സമിതി അംഗം TM നാരായണൻ, സ്കൂൾ HM E ഉണ്ണികൃഷ്ണൻ, EM മാധവൻ എന്നിവർ സംസാരിച്ചു. എന്തുകൊണ്ട് MP മറ്റെഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനായി? ഒരുപാട് എഴുത്തുകാരൊക്കെ ഉറുവും ബഷീറും SK പൊറ്റക്കാടും തകഴി ശിവശങ്കരപ്പിള്ളയും ദേവും ഒക്കെ മലയാളത്തിൽ നോവലുകളൊന്നും പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കും പറയാൻ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി വായിച്ച കോടാനുകോടി മനുഷ്യരുടെ ഹൃദയത്തിൽ നെഞ്ചത്ത് കയറിയിരുന്ന എഴുത്തുകാരൻ MP വാസുദേവനാണ്. എന്നെക്കുറിച്ച് ബുദ്ധിജീവികൾ വിമർശനമൊക്കെ പറയും, പക്ഷെ വായിക്കുമ്പോൾ വിമർശിക്കുന്നു. വായിക്കുമ്പോൾ വാസുദേവനാരെ നെഞ്ചത്ത് തെളിയും. ഇറങ്ങി വാസുദേവനാരെ വാസുദേവനാരെ ചന്ദ്രൻ പിടിച്ച് MP നെഞ്ചത്തിരിക്കും. അതാണ് MPയുടെ സവിശേഷത. ഇപ്പൊ ബഷീർ വലിയ എഴുത്തുകാരനാണ്. പക്ഷെ ബഷീറിന്റെ കഥകൾ വായിച്ച് എട്ടുകാരി മമ്മൂന്ന് ഞാനാണെന്ന് ആർക്കും തോന്നുന്നു. ആനവാരി രാമനായർ ഞാനാണെന്ന് തോന്നുന്നില്ല. പൊൻകുരിശ് തോന്നാൻ ഞാനാണെന്ന് തോന്നുന്നില്ല. മണ്ടൻ മുത്തപ്പ ഞാനാണെന്ന് തോന്നുന്നില്ല. അതൊക്കെ ജീവിതത്തിലുള്ള കഥാപാത്രമാണ്. പക്ഷെ MP വായിച്ചാൽ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്കാണ് വെള്ളിയാഴ്ച രാവിലെ മേലെ പട്ടാമ്പിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയത്. പെരിന്തൽമണ്ണയിലെ സ്വീകരണത്തിന് ശേഷം പാലക്കാട് ജില്ലയിലെ ആദ്യ സ്വീകരണമാണ് പട്ടാമ്പിയിലേത്. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ജാഥാംഗങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് യോഗത്തിൽ ജാഥ ക്യാപ്റ്റനെ അംഗങ്ങൾ ഹാരാർപ്പണം നടത്തി. കടകൾ കാലിയാക്കുന്നുവെന്ന് എഴുതിവെക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥ ക്യാപ്റ്റൻ ES ബിജു പറഞ്ഞു. ഈ ജാഥയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് ജാഥ അംഗമായിട്ടുള്ള ശ്രീ V പാപ്പച്ചൻ വിശദമായി കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഇന്ന് നമ്മുടെ വ്യാപാര രംഗവും ചെറുകിട വ്യവസായ രംഗവും പല കാരണങ്ങൾ കൊണ്ട് ആ വ്യാപാര രംഗത്ത് മുൻപൊരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് ജാഥ കടന്നു വരുമ്പോൾ ആദ്യം കണ്ട പ്രധാനപ്പെട്ട ഒരു ബോർഡ് എന്ന് പറയുന്നത് കട കാലിയാക്കുന്നു എന്ന ബോർഡാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ബോർഡുകൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുമ്പ് അതായിരുന്നില്ല സ്ഥിതിവിശേഷം. നമ്മുടെ വ്യാപാര രംഗം സമ്പുഷ്ടമായി പ്രവർത്തിക്കുകയായിരുന്നു. പ്രവാസികളായിട്ടുള്ള ആളുകൾ പ്രവാസ ജീവിതത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ചെറുകിട വ്യാപാരം തുടങ്ങും, ചെറുകിട വ്യവസായം തുടങ്ങും. മേലെ പട്ടാമ്പിൽ നടന്ന സ്വീകരണ യോഗത്തിൽ KP അജയൻ അധ്യക്ഷത വഹിച്ചു. ജാഥാംഗങ്ങളായ V പാപ്പച്ചൻ, അബ്ദുൾ ഗഫൂർ, R രാധാകൃഷ്ണൻ, മിൽട്ടൺ J തലക്കോട്ടൂർ, KM ലെനിൻ, സീനത്ത് ഇസ്മയിൽ, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, വിലക്കയറ്റം തടയുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം ചെർപ്പുളശ്ശേരി, പാലക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകി. 13-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഴകവൃത്തി നിർവഹിച്ചു വരുന്ന രാമൻ നമ്പീശനെയും കൃഷ്ണൻ നമ്പീശനെയും ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ശ്രീ മുലയമ്പറമ്പത്തമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. രണ്ടാം തവണയാണ് പുരസ്കാരം നൽകുന്നത്. 6 പതിറ്റാണ്ടോളം ക്ഷേത്രത്തിൽ കഴകവൃത്തി ചെയ്തു വരുന്ന രാമൻ നമ്പീശനും അരനൂറ്റാണ്ടിലധികമായി കഴകവൃത്തി ചെയ്തു വരുന്ന അനിയൻ കൃഷ്ണൻ നമ്പീശനുമാണ് ദ്വിതീയ ശ്രീ മുലയമ്പറമ്പത്തമ്മ പുരസ്കാരം നൽകി ആദരിച്ചത്. മുലയമ്പറമ്പത്തുകാവ് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രാജൻ പുലിക്കോട്ടിൽ, KK മുരളി, MK ശ്രീജിത്ത്, CK സുഷി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.